പാട്ടില്ലാതെ എന്ത് ഓണക്കാലല്ലേ? ഇപ്പോഴും നമ്മുടെ നാവിലൊരു പാട്ട്. ഓ അത് ശരി. അപ്പൊ ഞങ്ങളൊക്കെ കണ്ടത് ഇപ്പോഴാന്നേ ഉള്ളൂ. അമ്മ എന്ത് ചെയ്യുമ്പോഴും അമ്മ ഒരു പാട്ട് മൂളിക്കൊണ്ടിരിക്കും. അപ്പൊ അമ്മ ഈ കമന്റ്സ് ഒക്കെ നോക്കാറുണ്ടോ? അതിലൊക്കെ അപ്പൊ ഞാൻ എല്ലാം നോക്കണേ. എന്നിട്ട് എനിക്ക് മെസ്സേജ് അയക്കും, രാജി ഈ കമന്റ് കണ്ടോ? അപ്പൊ ന്യൂജനായി. അമ്മ ഒറ്റയ്ക്ക് പാടാൻ ഞാൻ കഴിയുന്നത് ചോദിച്ചു നോക്കി, പക്ഷെ രക്ഷയില്ല. എല്ലാരും ചോദിക്കുന്നുണ്ട് സോറി, പക്ഷെ അമ്മ ഒറ്റയ്ക്ക് പാടുന്നില്ല. നമസ്കാരം, സീമലാൻഡ് ന്യൂസിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ ഓണക്കാലമാണ്, പാട്ടില്ലാതെ എന്ത് ഓണക്കാലല്ലേ? അപ്പോൾ നമ്മളോട് ഓണവിശേഷങ്ങളും പാട്ടുവിശേഷങ്ങളും ഒക്കെ പറയാനായിട്ട് നമ്മളോടൊപ്പം എത്തിയിരിക്കുന്നത് മലയാളികൾക്ക് പ്രിയങ്കരിയായ ഗായിക രാജലക്ഷ്മിയും ഒപ്പം തന്നെ അമ്മയുമാണ്. രണ്ടുപേർക്കും സ്വാഗതം സീമലാൻഡ് ന്യൂസിലേക്ക്. ആദ്യം തന്നെ ഓണവിശേഷങ്ങൾ ചോദിക്കട്ടെ. ആദ്യം അമ്മയെന്ന് തുടങ്ങാം. അമ്മ എന്തൊക്കെയായി ഓണത്തിൻ്റെ ഒരുക്കങ്ങൾ, ഓണത്തിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടില്ലേ? ഓണത്തിൻ്റെ നല്ല തിരക്കിലാണ് രാജലക്ഷ്മി. പ്രോഗ്രാംസ് ഉണ്ട്, മിക്കതും എനിക്ക് പറ്റിയ ഞാനും പോയി കാണും. അതെ, എന്താണെങ്കിലും കൂടെ എന്നെ കൊണ്ടുപോകും അടുത്തൊക്കെ ഉള്ളതിന്. പിന്നെ അങ്ങനെ 2 വർഷമായിട്ട് അമ്മ ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പൊ നാട്ടിലെ ഓണം ആഘോഷിക്കാൻ ചെയ്തിരിക്കുകയായിരുന്നു. ഈ വർഷം ഞാൻ മോൻ്റെ കൂടെയാണ് പുറത്തായിരുന്നു. അപ്പോൾ മിക്കവാറും ഇടയ്ക്ക് ഇവിടെ വരും, കുറച്ചിവിടെ നിൽക്കും. അപ്പോൾ ഇത്തവണ ഇപ്പോൾ വന്നേ ഉള്ളൂ. പിന്നെ ഓണമൊക്കെ പരിപാടിയൊക്കെ കണ്ട് സാവധാനേ പോവുള്ളൂ. ഇപ്പം എപ്പോഴും ചേച്ചിയുടെ ഈ സ്റ്റാറ്റസിലൊക്കെ രണ്ടുപേരുടെയും പാട്ടാണ് ഇപ്പോൾ ഫുൾ റീൽസിലും എല്ലാം വൻ ഹിറ്റായിട്ടിരിക്കുന്നത്. നമുക്കറിയാം, ആദ്യം മുതൽ തന്നെ ചെറുപ്പത്തിലെ മുതൽ തന്നെ അമ്മയാണ് ആദ്യത്തെ ഗുരു എന്ന് തോന്നുന്നു അല്ലേ ചേച്ചിയുടെ? ആദ്യം മുതൽ തന്നെ പാട്ടൊക്കെ അമ്മയാണ് പാട്ടിലേക്ക് എന്നെ ഈ വഴിയിലേക്ക് കൊണ്ടുവന്നത്. അമ്മയാണ്. അമ്മ നന്നായി പാടും. അമ്മയുടെ സഹോദരങ്ങളെല്ലാവരും പാടും. അമ്മ, മുത്തശ്ശൻ ഒക്കെ പാട്ട് കുടുംബമാണ്. അപ്പം അങ്ങനെ ഒരു ഹെറിഡിറ്ററി ആയിട്ടാണ് എനിക്ക് പാടാൻ ഒരു കഴിവ് കിട്ടിയത്. പക്ഷെ അത് തിരിച്ചറിഞ്ഞതും അതിലേക്ക് കൊണ്ടുവന്നതും അതിനുവേണ്ടി എല്ലാ സ്ട്രഗിളും എടുത്തത് അമ്മ തന്നെയാണ്. ഇപ്പം അമ്മയോട് തന്നെ ചോദിക്കട്ടെ, ആദ്യ സമയങ്ങളിലൊക്കെ ഇങ്ങനെ പാട്ടിനോടൊപ്പം തന്നെ ഉണ്ടായിരുന്ന ആളാണ്. പക്ഷെ ഇപ്പം ഈ റീൽസ്, ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് റീൽസ് എടുക്കുക അതൊക്കെയാണല്ലോ ഇപ്പോൾ. അപ്പോൾ ഈ ഒന്നിച്ച് പാടാന്നൊക്കെ ഉള്ള പ്ലാനിങ് ചേച്ചിയല്ലേ ആദ്യം പറഞ്ഞത്? അതോ അമ്മയായിട്ട് ആദ്യം ശരിക്കും പറഞ്ഞാൽ ഇതിനൊരു പ്ലാനൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ വീട്ടിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഞാൻ പോസ്റ്റ് ചെയ്യുന്നൊന്നും അമ്മയ്ക്ക് അറിയില്ലല്ലോ. ഇതിന്റെ മറ്റു വശങ്ങളൊന്നും എനിക്കറിയില്ല. ഞാനും കാണാറുണ്ട്. ഇവള് വന്ന എന്നോട് അമ്മേ നമുക്ക് ഒരു പാട്ട് പാടാമേ. ഞാൻ എപ്പോഴും പാട്ടാണ്. അമ്മ എപ്പോഴും അമ്മയുടെ നാവിലൊരു പാട്ടുണ്ട്. ഓ അത് ശരി. അപ്പൊ ഞങ്ങളൊക്കെ കണ്ടത് ഇപ്പോഴാന്നേ ഉള്ളൂ. വീട്ടിൽ ഫുൾ പാട്ടിന്റെ ആളാണ്. അതെ, ഫുൾ ടൈം പാട്ടാണ്. നന്നായി ഇപ്പം അമ്മയുടെ പാട്ടിന് എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ അമ്മ എന്ത് ചെയ്യുമ്പോഴും അമ്മ ഒരു പാട്ട് മൂളിക്കൊണ്ടിരിക്കും. പണ്ട് തൊട്ട് എങ്ങനെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, അമ്മ എന്നാ നമുക്കൊന്ന് പാടാമേ എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച അമ്മ. ആദ്യം ഇത് പറഞ്ഞപ്പോ ആദ്യത്തെ സോങ് ഞാൻ വേഗം പട്ടാപട്ടണ അവളുടെ കൂടെ ഇരുന്ന് ഞാൻ അങ്ങോട്ട് പാടിക്കൊടുത്തു 4 വരി. എനിക്കത് അറിയില്ല ഇവള് ഇടുന്നേ. കുറച്ച് കഴിഞ്ഞ് പിന്നെയാണ് അവളത് പോസ്റ്റ് ചെയ്തിട്ട് കുറെ പേര് നേരെ അമ്മ വിളിക്കുന്നു, മെസ്സേജ് അയക്കുന്നു. അമ്മേ എന്താ പാപ്പ? അമ്മ എന്നോട്, രാജി നീ പോസ്റ്റ് ചെയ്തത്. എനിക്ക് വയ്യ. എന്റെ പഴയ ഫ്രണ്ട്സ് ഒക്കെ എന്റെ കൂടെ പഠിച്ച അമ്മയുടെ കൂടെ പഠിച്ചവര് എന്റെ ഇൻസ്റ്റഗ്രാമിൽ കൂടെ, അത് 7 ഹൈസ്കൂളിലൊക്കെ പഠിച്ചത്. 5ാം ക്ലാസ് തൊട്ട് ഞാൻ ഒപ്പം പഠിച്ച എന്റെ ഒരു മുംതാസ് എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്. അവൾക്ക് ഭയങ്കര ഇഷ്ടം എന്റെ പാട്ട്. അന്നേ പറയും സ്കൂളിൽ പാടുമ്പോ, പാർവതി എന്ന് എന്റെ ഒഫീഷ്യൽ. അപ്പൊ പാർവതി നീ എന്തായാലും പാട്ടിൽ നല്ലൊരു സ്ഥാനത്തെത്തുന്നൊക്കെ പിള്ളേരാന്ന് പറയും. അവരെ ഇതിലൂടെ ഞാൻ ഇന്ന മോളുടെ അമ്മയുടെ കൂടെ പഠിച്ചതാണെന്ന് പറഞ്ഞിട്ട് പിന്നെ കണക്ട് ചെയ്ത് കൊടുത്തു. അപ്പൊ അമ്മയ്ക്ക് സത്യം പറഞ്ഞ ഇപ്പൊ ഭയങ്കര ഒരു ഫാൻ ബേസ് അവിടെ നന്നായിട്ട്. അപ്പൊ അത് കണ്ടു കഴിഞ്ഞപ്പോ എന്തായിരുന്നു അമ്മയ്ക്ക്? എന്നിട്ട് ആ കുട്ടി എന്നോട് നേരിട്ട് സംസാരിച്ചു. അവർക്കൊക്കെ എൻ്റെ മകളാണിതെന്നുള്ളത് അവർക്ക് ഓൾറെഡി അവർ അറിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. പല ഇന്റർവ്യൂവിലും രാജി അമ്മ പാടുന്നു, അമ്മ ജനിച്ചു വളർന്ന സ്ഥലവും. അപ്പൊ അവർക്കൊക്കെ അറിയാം പാർവതിയുടെ മകളാണ് രാജലക്ഷ്മി. റീച്ച് ചെയ്യാൻ വേണ്ടി അതുപോലെ അതിൽ വന്ന കമന്റ്സ് ഒക്കെ അതിലപ്പോ അമ്മയ്ക്ക് ഹരമായി അത് വായിക്കാനായിട്ട്. കാരണം പണ്ട് വീടിന്റെ അപ്പുറത്ത് താമസിച്ചിരുന്ന അങ്ങനെ നോക്കിയപ്പോ ഒരുപാട് നമ്മുടെ വളരെ മുമ്പത്തെ പരിചയക്കാരൊക്കെ അല്ലേ അമ്മേ? സന്തോഷമായി. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത പാഠം നമുക്ക് അപ്പൊ വേറൊരു കാര്യം, ഇപ്പൊ എനിക്ക് പേടിയാണ്. അയ്യോ വേണോ രാജി, അവിടെ ശരിയായോ ഇവിടെ ശരിയായോ? ഫാൻസ് കൂടിയപ്പോ
ക്ലാസ്സിലൊക്കെ അല്ലേ? അപ്പൊ ഇനി പതുക്കെ സ്റ്റേജിലോട്ടൊക്കെ കയറാൻ തോന്നുന്നല്ലേ? സ്റ്റേജില് അത് എന്തായാലും അറിയില്ല, പക്ഷെ എന്നാലും പാട്ടല്ലേ, പാട്ടില് എപ്പോഴും ഇരിക്കുക. അതിപ്പോ ഇങ്ങനെയാണെങ്കിലും അപ്പൊ ഇങ്ങനെ ചേച്ചിയുടെ കൂടെ തന്നെ എല്ലാരും അറിയുന്നുണ്ടല്ലോ, അപ്പൊ ഈ പാട്ട് കൂടെ കേൾക്കുമ്പോ തന്നെ അത് ഭയങ്കര സന്തോഷമാവുക. സന്തോഷമാണ് മെയിൻ ആയിട്ട്. കാണുന്നവർക്കൊക്കെ അവർക്ക് ഇതൊരു അയ്യോ ഇപ്പൊ ഇത് അയ്യോ ഭയങ്കര അതല്ല, കാണുമ്പോ തന്നെ അത് ഭയങ്കര അതൊരു വേറെ രീതി തന്നെയാണ്. അപ്പൊ ഞാൻ കുറച്ചുകൂടെ പഴയ കാര്യങ്ങൾ ചോദിക്കട്ടെ. ഇപ്പൊ ചെറുതിലെ ഇപ്പൊ ചേച്ചി പാടി തുടങ്ങി, ഇപ്പൊ മലയാളികളുടെ ഒക്കെ പ്രിയപ്പെട്ട ഒരു ഗായിക തന്നെയാണ്. അപ്പൊ ആദ്യ സമയം അത് എങ്ങനെയായിരുന്നു? അമ്മയ്ക്കായിരുന്നോ ഏറ്റവും കൂടുതൽ ആഗ്രഹം പാട്ടുകാരി ആക്കണം, അങ്ങനെയൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു? അത് ആഗ്രഹം എനിക്ക് തന്നെയായിരുന്നു. അത് ഞാനിവിടെ പാടും എന്നുള്ളത് മനസ്സിലാക്കണമല്ലോ. അപ്പം അതിന് ഒരു 2.5 വയസ്സുള്ളപ്പോൾ ഞാൻ പാടി ഉറക്കും. 2 പേരെ, എൻ്റെ മോനും മോളും 2 പേരെയും ഞാൻ പാടി ഉറക്കും. പാട്ടുപാടി ഞാൻ എപ്പോഴും പാടിക്കൊണ്ടിരിക്കുന്നു, അപ്പം ഉറക്കും. അപ്പോൾ ഒരു ദിവസം ഞാൻ പാടിക്കൊണ്ടിരിക്കുമ്പോൾ 2.5 വയസ്സേ ഉള്ളൂ. അപ്പം ഞാൻ പണ്ടൊരു കാട്ടിലെ രാൺസിംഗ് എന്നുള്ള പാട്ട് ഞാൻ പാടി ഉറക്കി. അപ്പോൾ അതിൻ്റെ അനുപല്ലവി കറക്റ്റ് പിച്ചിൽ കറക്റ്റ് ശ്രുതിക്ക് താളത്തിന് അവൾ പാടി. ചൊല്ലു വരുന്നേ ഉള്ളൂ, അപ്പോഴേക്കും നമ്മളിങ്ങനെ എടുത്തു അത്. അപ്പം അതെനിക്ക് ഭയങ്കര ഒരു സന്തോഷമായി. അപ്പോൾ ഉറപ്പിച്ചു പാട്ടിലേക്ക് തന്നെ പാടും, ഇവള് പാട്ട് പാടും എന്നുള്ളത്. ഈ സ്റ്റേജുകളിലൊക്കെ സ്കൂളിലൊക്കെ ഉള്ള പ്രോഗ്രാംസിലൊക്കെ പങ്കെടുക്കുന്നത്, അപ്പൊ അത് അമ്മ പഠിപ്പിച്ചു കൊടുക്കുന്ന ആ പാട്ട് തന്നെയായിരുന്നു അതില്? അല്ല, സ്റ്റേജിൽ ഈ ഗാനമേള സ്കൂളിലെ പരിപാടികളൊക്കെ ഉണ്ടല്ലോ. ഞാൻ പാടുന്നുള്ളത് അമ്മ ഐഡന്റിഫൈ ചെയ്തപ്പോൾ തന്നെ അമ്മ പാട്ട് പഠിപ്പിക്കാനായിട്ട് എന്നെ വളരെ കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ആ സ്ഥലത്തേക്കൊക്കെ പോയത്. കാരണം ഞാനും അമ്മയും എൻ്റെ ചേട്ടനും അമ്മൂമ്മയും മുത്തശ്ശനും, ഞങ്ങൾ 5 പേരാണ് കുടുംബം. അപ്പൊ അച്ഛൻ്റെ ഒരു ഇത് ഇല്ല, അപ്പൊ അമ്മയാണ് ആ റോളും കൂടി എല്ലാം ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു കഴിവ് കണ്ടപ്പോൾ അമ്മയാണ് പാട്ട് പഠിപ്പിക്കാൻ കൊണ്ടുവന്നതും പാട്ട് അല്ലാത്ത പാട്ടിൽ പഠിപ്പിക്കണതും പിന്നെ അമ്മയ്ക്ക് എന്നെ ഒരു പാട്ടുകാരി ആക്കണം എന്നുള്ള ഒരു ഡിസിഷൻ അമ്മ എടുത്തു കഴിഞ്ഞു. അതെങ്ങനെയെന്നുള്ളത് രണ്ടാമത്, ഇത് എൻ്റെ ഡിസിഷൻ ഇതാണെന്നുള്ളത് അമ്മ എടുത്തു കഴിഞ്ഞു. അതിനുവേണ്ടി അങ്ങ് ഇറങ്ങായിരുന്നു. പിന്നെ അന്നത്തെ കാലത്ത് ഇത്രയൊന്നും മീഡിയ ഇല്ലല്ലോ. അപ്പം നമ്മള് ചെറിയ ഗാനമേള വേദികള്, മത്സരങ്ങള്, കലോത്സവങ്ങള്, അങ്ങനെ ആ ഒരു കാലഘട്ടം മുഴുവനും അത് അമ്മയുടെ ഒരു വലിയ സ്ട്രഗിൾ ഉണ്ടായിരുന്നു. സ്കൂളിലാക്കിയപ്പോൾ ഇവിടെ സ്കൂളിൽ അങ്ങനെ സ്കൂൾ വഴിക്ക് പാടി തെളിഞ്ഞു വരുന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. അവളെ 5 വയസ്സിൽ അവൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ അവൾ ഒരു ദിവസം വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോൾ എന്നോട് പറഞ്ഞു, അമ്മേ എനിക്ക് പാട്ടിന് 1ാം സമ്മാനം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, എങ്ങനെ, ഏത് പാട്ട് പാടി? അമ്മ പഠിപ്പിച്ചു തന്ന തുമ്പി തുമ്പി തുള്ളാൻ വായോ എന്നുള്ള പാട്ട് പാടി. ഞാൻ പാടുന്ന കേട്ട് അവള് പാടുന്ന പോലും എനിക്കറിയില്ലായിരുന്നു. അത് ഞാൻ പാടുന്ന കേട്ട് അവള് പഠിച്ചു. അങ്ങനെ അതിന് പിന്നെ ഞാൻ തൊട്ടടുത്ത് ടീച്ചറുണ്ട്, ടീച്ചറെ പോയി കണ്ടു. അങ്ങനെയല്ല, അത് ഞാൻ പറയാം. അതായത് സ്കൂളിൽ ഇങ്ങനെ ഒരു കലോത്സവം നടക്കുക. അപ്പൊ ഈ ഹാളിൽ ഭയങ്കര ബഹളം, ആൾക്കാർ, പിള്ളേർ. അപ്പൊ ഇവർ മിണ്ടാതിരിക്കാൻ വേണ്ടിയിട്ട് സാറ് ചോദിച്ചു, ആരെങ്കിലും ഒരു പാട്ട് പാട് എന്ന് പറഞ്ഞിങ്ങനെ പറഞ്ഞപ്പോ ഞാൻ അങ്ങനെ അതാണ് സ്റ്റേജിൽ പോയത്. അപ്പോ അത് ഈ പറഞ്ഞ ഒന്നും അറിഞ്ഞോടോ, വെറുതെ കൈ പൊക്കി സാറ് കയറ്റി പാടിച്ചു. പിന്നെ അന്ന് വാനില് വീട്ടിലേക്ക് വരുമ്പോൾ ഒരു ടീച്ചറും കൂടി അതിൻ്റെ കൂടെ വന്നിട്ട് അമ്മയെ കണ്ടിട്ട് പറഞ്ഞു, മോള് പാട്ട് സംഗീതം ഉണ്ട്, എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും അവളെ പാട്ട് പഠിപ്പിക്കണം. അതെനിക്ക് അന്നത്തെ ദിവസം ഞാൻ ഉറങ്ങിയിട്ടില്ല. പിന്നെ എനിക്ക് കുട്ടിയെ കൊണ്ട് പാട്ട് പഠിപ്പിക്കാൻ, ഞാനൊക്കെ ശാസ്ത്രീയമായിട്ട് പഠിച്ചില്ല. അപ്പൊ ആ ഒരു വിഷമം എപ്പോഴും ഉണ്ട്. അപ്പൊ അത് മോൾക്ക് വരരുത്, അതുകൊണ്ട് ഞാൻ അപ്പോഴേ കൊണ്ടേയാക്കി. അന്ന് തൊട്ട് ഇപ്പോഴും സ്റ്റുഡൻ്റ് ആണ് പഠിക്കുന്നത്. ഇപ്പൊ മറ്റേ റീൽസിന്റെ ഒന്നുകൂടെ ചോദിക്കാം, ഇപ്പൊ കുറച്ച് നേരത്തെ തുടങ്ങണമെന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? ഇല്ല ഇല്ല ഇല്ല, ഒരുപാട് പാട്ടൊക്കെ ആയി ഇപ്പൊ റീൽസ് ഒക്കെ കയറി വരുമ്പോ. അല്ല, അതൊക്കെ ഇപ്പോഴത്തെ ട്രെൻഡുകളല്ലേ ഇങ്ങനത്തെ കാര്യങ്ങൾ. അപ്പൊ നമ്മളിപ്പോഴും ഒരു സിമ്പിൾ ലൈഫാണ് എന്റെയും അമ്മയുടെ ഒക്കെ. അപ്പൊ അമ്മ മിക്കവാറും പുറകിലേക്ക് നിൽക്കുന്ന ഒരു നേച്ചറാണ്. അമ്മയ്ക്ക് അങ്ങനെ മുൻനിരയിലേക്ക് വരാൻ ഇഷ്ടമേ അല്ല. ഇതിപ്പോ എൻ്റെ ഒരു നിർബന്ധത്തിൽ അമ്മ അങ്ങനെ പാടി, ഞാനത് ചേച്ചിക്ക് അങ്ങനെ തോന്നാൻ കാര്യം എന്തായിരുന്നു? അമ്മയുടെ കൂടെ ഒരു പാട്ട് എനിക്ക് അമ്മയെ ഭയങ്കരമായിട്ട് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു 2 വർഷമായിട്ട്. കാരണം ഞാൻ അതിലും കൂടുതലായി. പിന്നെ അമ്മ എൻ്റെ കൂടെ സ്ഥിരമായിട്ടില്ല. അപ്പൊ ഞാൻ ഓരോ
പ്രോഗ്രാമിന് പോകുമ്പോഴും അമ്മ പഠിപ്പിച്ച പാട്ടിൽ പാടുമ്പോഴൊക്കെ ഞാൻ അമ്മയില്ലല്ലോ ഇത് കാണാൻ അമ്മ, അല്ലെങ്കിൽ അങ്ങനത്തെ ചിലപ്പോൾ ചിലരെ പരിചയപ്പെടുമ്പോഴായിരിക്കും അയ്യോ എനിക്ക് അമ്മയൊന്ന് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഒരുപാട്. അപ്പോൾ അമ്മ പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴൊക്കെ അമ്മയും ഞാനിരുന്ന് ഇങ്ങനെ കുറേ പാട്ടൊക്കെ പാടും. അപ്പൊ നല്ല മിസ് ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞു അമ്മ നമുക്ക് പാട്ട് പാടാം. അങ്ങനെ ഒരു പ്ലാനൊന്നുമില്ല, ഞങ്ങൾ വെറുതെ ഇങ്ങനെ തോന്നും അമ്മ ഈ പാട്ട് പാടാം. ശരി, അതിൽ ഒരു പാട്ട് നമ്മൾ ഒരു 1 മില്യൺ ഏകദേശം വ്യൂസ്, ബാക്കിയെല്ലാം അപ്പൊ ഇനി ഓണം സ്പെഷ്യൽ ആയിട്ട് പാട്ടൊക്കെ ഉണ്ട്, കാത്തിരിക്കും. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഈ സ്റ്റേജ് ഷോകൾ ഒരുപാട് ഇപ്പൊ ചെയ്യുന്നുണ്ട്, അപ്പൊ അതിനൊക്കെ പോകുമ്പോ അമ്മയും കൂടെ പോവാറുണ്ടല്ലോ സ്റ്റേജ് ഷോയിലൊക്കെ പോയപ്പോ ഈ പാട്ടൊക്കെ ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കോ, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് അതൊക്കെ പറഞ്ഞു കൊടുക്കാറൊക്കെ ഉണ്ടോ? അതോറിറ്റി ഇതാണ്. ഞാൻ കൊച്ചിലേ പോകുമ്പോഴൊക്കെ ഞാൻ പാടണം, എന്റെ ചുണ്ട അനങ്ങുന്നേ ഉള്ളൂ, ബാക്കിയെല്ലാം പാട്ട് പ്രിപ്പറേഷൻസ് പഠിപ്പിക്കണതും എന്നെ ഞാൻ നോക്കുന്നത് പോലും അമ്മ പറയും ഇങ്ങനെ 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 കണ്ണ് നോക്കുക, ഒരു പോയിന്റിലേക്ക് നോക്കുക, കൈ എങ്ങനെ വെക്കണം, അമ്മ അത്രയും ഡിസിപ്ലിൻഡ് ആയിട്ടാണ്. അല്ല, അന്നേ കുട്ടിയായിരിക്കുമ്പോഴേ ഇറങ്ങിയല്ലോ, അപ്പൊ അവൾക്കൊന്നും അറിയില്ലല്ലോ. അപ്പൊ നമ്മൾ നിൽക്കേണ്ടത് എങ്ങനെ, നോക്കേണ്ടത് എങ്ങനെ, പാടേണ്ടത് എങ്ങനെ, അതെല്ലാം ഞാൻ പറഞ്ഞു കൊടുത്ത് സ്കൂളിൽ കോമ്പറ്റീഷൻ വരുമ്പോ അമ്മയ്ക്ക് ടെൻഷൻ ആയിരിക്കും അല്ലേ, എങ്ങനെയാണ് ഇത് എങ്ങനെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതല്ലേ. ഇന്നത്തെ പോലെ അല്ല, അന്ന് നമ്മള് സ്റ്റേജിലൊക്കെ നിന്ന് പാടുവാണെങ്കിലും നമ്മള് എന്താ പറയാ മൂവ്മെന്റ്സ് അങ്ങനെ ഇല്ല, പാട്ടിൽ മാത്രം ശ്രദ്ധിച്ച് പാടുക എന്നുള്ളതാണ്. ഇപ്പോഴാണ് നമ്മൾ ഒരു പെർഫോമൻസിനൊക്കെ ഇപ്പോഴാണ് ഒരു കൂടുതൽ ഇമ്പോർട്ടൻസ് വന്നത്. അപ്പൊ അമ്മ ആ സമയത്ത് ഇങ്ങനെ അമ്മ ഈ പറഞ്ഞ നിൽക്കുന്നതും നോക്കുന്നതും പാട്ടിൽ എത്ര പാട്ടിൽ, പക്ഷെ എനിക്ക് ഇപ്പോഴും അത് ഉണ്ട് കേട്ടോ. കാരണം ഞാൻ ഇപ്പോൾ ഒരുപാട് മാറിയെങ്കിലും എൻ്റെ ഫസ്റ്റ് പ്രൈമറി ഞാൻ പാട്ടിലായിരിക്കും എൻ്റെ ശ്രദ്ധ, സെക്കൻഡേ ഞാൻ എൻ്റെ ഡ്രസ്സിങ്ങോ പെർഫോമൻസോ അതിലേക്ക്. അത് അമ്മയുടെ ആ ഒരു ട്രെയിനിങ് തന്നെയാണ്. അല്ല, എന്തൊക്കെയായാലും എത്ര പെർഫോമൻസ് ഒക്കെ കാണിച്ചാലും പാട്ടിലാണല്ലോ ഏറ്റവും കൂടുതൽ ആൾക്കാർ. അതെ, പാട്ട് പാടുമ്പോൾ നമ്മൾ ആ പാട്ടിലായിരിക്കുമല്ലോ എപ്പോഴും എല്ലാവരും ശ്രദ്ധിക്കുക. കുറേയൊക്കെ മാറി കാലം, എങ്കിൽ പോലും അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞു കൊടുക്കും പാട്ടാണ്. ഇപ്പൊ എന്തായാലും ഗായിക ആവണം നമ്മൾ ആഗ്രഹിച്ചത് തന്നെയാണല്ലോ, ആദ്യം മുതൽ തന്നെ ആഗ്രഹിച്ചല്ലോ. അപ്പൊ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയപ്പോ അമ്മയുടെ ഒരു എന്തായിരുന്നു, ഭയങ്കര പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ഇതായിരിക്കുമല്ലോ അല്ലേ. ശരിക്കും അതിനെക്കുറിച്ച് എനിക്ക് ഇവിടെ ഇപ്പൊ പറയാൻ പറ്റില്ല. എനിക്ക് അത്രയ്ക്കും അതായത് പ്രതീക്ഷിച്ചിട്ടില്ല. നമ്മളൊരു അറിയപ്പെട്ട നല്ലൊരു പാട്ടുകാരി ആകണം, ഇതായിരുന്നു എൻ്റെ ലക്ഷ്യം. അവൾ അറിയപ്പെട്ട നല്ലൊരു പ്ലേ ബാക്ക് സിനിമ പിന്നണി ഗായികയാവണം, ഇതായിരുന്നു എൻ്റെ ലക്ഷ്യം. അവാർഡ് കിട്ടിക്കൊണ്ടിരുന്നൊക്കെ എപ്പോഴും ഞാൻ ഇപ്പോഴാണ് പുതിയ പാട്ടുകൾ കിട്ടുന്നത്. എനിക്ക് കിട്ടുന്നവരെ അല്ലേ ചിത്ര ചേച്ചി, സുജാ ചേച്ചി, അങ്ങനെയൊക്കെയുള്ള ഒരു ലെവലിലാണ് സ്റ്റേറ്റ് അവാർഡിന്റെ ഒരു ഇത് നിൽക്കുന്നത്. അതെ, അപ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കണില്ല ഇതിങ്ങനെ നടക്കണമെങ്കിൽ. ഇവരും അതാ അനൗൺസ് ചെയ്യുന്ന സമയത്താണെങ്കിലും ഞങ്ങൾ ടി വി വെച്ചിട്ടുണ്ട്, വെറുതെ കാണാൻ. രാജി എവിടെ ഒരു കല്യാണത്തിന് പോയിരിക്കുന്നു, ഞങ്ങളിത് കാണുന്നുണ്ട്, അമ്മയും ഞാൻ, എൻ്റെ അമ്മയുണ്ടെന്ന്. അപ്പൊ അമ്മയും ഞാൻ അമ്മയാണ് ടി വിയിൽ കണ്ടത്, ഞാൻ കേട്ടില്ലല്ലോ. ഞാൻ കല്യാണത്തിന് ഇരിക്കുമ്പോൾ ഹസ്ബൻഡിന്റെ കുറെ മീഡിയ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അപ്പൊ അതില് ഒരു ചേട്ടൻ എന്നെ വിളിച്ചു ചോദിച്ചു, ഡേയ് രാജലക്ഷ്മി നീ മാത്രല്ലേ ഉള്ളൂ സിനിമയിൽ പറഞ്ഞ, വേറെ ആരെങ്കിലും ഉണ്ടോ? ഞാൻ പറഞ്ഞു ഞാൻ മാത്രമേ. നിനക്കാണ് അവാർഡ്. അപ്പൊ എന്താ പറയല, സ്റ്റേറ്റ് അവാർഡ്, അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത്. പക്ഷെ അമ്മ ഈ ലൈവ് അപ്പോഴേ ഞാൻ അങ്ങനെ എഴുതി വരുന്നത് പറയുന്നു, അനൗൺസ് ചെയ്യല്ലേ. അപ്പൊ ജനകൻ എന്ന് പറഞ്ഞപ്പോ തന്നെ ഞാൻ നോക്കി രാജലക്ഷ്മി അങ്ങനെ. അപ്പൊ എനിക്ക് തന്നെ ഈ പറഞ്ഞ പോലെ അമ്മ ഞാൻ കൂടി അധികം കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഭയങ്കര സന്തോഷമായി അമ്മയ്ക്ക്. അങ്ങനെ അതാണ് അതിനെക്കുറിച്ച്. ഇപ്പൊ ഒരുപാട് സ്റ്റേജ് ഷോകളിലൂടെയൊക്കെ പോകുന്നുണ്ടല്ലോ, അപ്പം ഇപ്പൊ ഞാൻ അമ്മ എല്ലാ പരിപാടികൾക്കും പോകാറുണ്ടോ കൂടെ, അതോ പാട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക അതെല്ലാം അമ്മയുടെ തന്നെ ഡ്യൂട്ടിയാണോ? എന്തെങ്കിലും തെറ്റുകളൊക്കെ വരുമ്പോൾ ഓൾറെഡി അവൾ ഇപ്പൊ ഞാനില്ലാതെ എല്ലാം ചെയ്യാൻ പഠിച്ചു. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും അവൾക്ക് സംശയമുള്ളത് അവളെ എന്നെ വിളിച്ച് ചോദിക്കും. ഓ അത് ശരി. അവൾ അവിടെ സജഷൻസ് ഇപ്പൊ പെട്ടെന്ന് അമ്മോട് ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഓണപ്പാട്ടിന്റെ പ്രോഗ്രാം, അപ്പൊ ഞാൻ അമ്മ ഏതൊക്കെ കൊടുക്കണം ലിസ്റ്റ്, അല്ലെങ്കിൽ അവര് വേറെ ഏതെങ്കിലും ഒരു തീം ലൈക്ക് എന്താണ് ബാബുരാജിനായിട്ട് അങ്ങനെയൊക്കെ, അപ്പൊ ഞാൻ അമ്മോട് അമ്മ ഇതിൽ ഏതൊക്കെ, അല്ലെങ്കിൽ ഞാൻ തന്നെ സെലക്ട് ചെയ്തിട്ട് അമ്മയ്ക്ക് അയക്കാം ഇത് ഓക്കെ ആണോ. അമ്മ അതിപ്പം അമ്മ ഇവിടെ ഇല്ലെങ്കിലും നമ്മള് വാട്സാപ്പ് വഴി എപ്പോഴും. ഇപ്പൊ ഇന്നലെ കഴിഞ്ഞ ദിവസം മധുസാറിന്റെ വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു.
അപ്പോൾ അവിടെ വെച്ചും അവൾക്ക് എപ്പോഴും അമ്മ ഉണ്ടെങ്കിൽ എല്ലാം അമ്മയോട് ചോദിക്കണം എന്നുള്ളൊരു ഇതാണ്. അപ്പോൾ ഞാനും അവളും കൂടി പോയിരുന്നത്. അപ്പോൾ പെട്ടെന്ന് അമ്മ മധുസാറിന്റെ പാട്ട് പറയും. ചെമ്മീൻ 60 വർഷത്തെ ഒരു ഇതുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് എന്നോട് ചോദിച്ചു, അമ്മ ഇതിപ്പോൾ ഞാൻ പറഞ്ഞു പാതിരാവായില്ല, ഭയങ്കര സന്തോഷമായി. അപ്പൊ അങ്ങനെ പാട്ടും സെലക്ഷനൊക്കെ അമ്മയുടെ ഇപ്പൊ സംശയമൊക്കെ ചോദിക്കും, പറഞ്ഞു കൊടുക്കും. ഇപ്പൊ എല്ലാം അവള് പ്രാപ്തയായി, കുഴപ്പമില്ല. ഇപ്പൊ ഈ ഓണത്തിന്റെ ബന്ധപ്പെട്ട ഒരുപാട് സ്റ്റേജ് പരിപാടികളും എല്ലാം ആയിട്ട്. അതെ, ഓണം എപ്പോഴും ഓണക്കാലത്ത് തന്നെയാണ് പരിപാടികളാണ്. അപ്പോൾ മിക്കവാറും തിരുവനന്തപുരത്ത് തന്നെ ആയിരിക്കും പ്രോഗ്രാംസ്. ഇത്തവണ എനിക്ക് കുറച്ച് കാലിക്കട്ട് ആ സൈഡിലുണ്ട്, എറണാകുളം എൻ്റെ നാട്ടിലുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞിട്ടായിരിക്കും ഇനി പുറത്തോട്ടൊക്കെയുള്ള ഓണം ആഘോഷം. അപ്പോൾ ഈ പണ്ടത്തെ ഓണം അതൊക്കെ എങ്ങനെയായിരുന്നു ഈ ഓണ സമയത്ത്? അതിൻ്റെ പഴയ കാലത്തെ ഓണാഘോഷവും അല്ലെങ്കിൽ പഴയ കാലത്തെ വീട്ടിലെ ഓണം എന്ന് പറയുമ്പോൾ എൻ്റെ അച്ഛനും അമ്മയും ഞാനും കുട്ടികളുമാണ്. ഞങ്ങൾ ഒരു കുടുംബം. അപ്പം അച്ഛനും അമ്മയും ഉള്ളതുകൊണ്ട് ഒരു നിറവാണ്. ഞങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അപ്പോഴും പ്രോഗ്രാമിലായി. ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോഴേ 10 വയസ്സൊക്കെ ഉള്ളപ്പോഴേ ഗാനമേളയ്ക്ക് പോയി തുടങ്ങി. അപ്പോൾ ഞങ്ങൾ ഈ വിഷു ഓണവും ക്രിസ്മസ് ഞങ്ങള് അറിയാറ്. കാരണം ഓരോ സ്ഥലത്ത് നിന്ന് സ്റ്റേജുകൾ മാറി മാറി പോകുന്നു. പിന്നെ അതിനും ആ സമയത്ത് തന്നെ പിന്നെ മത്സരങ്ങൾ, ഓണക്കാലത്ത് കുറേ കലാമത്സരങ്ങൾ, ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബുകളൊക്കെ വരുവാണ്. അപ്പോൾ മത്സരങ്ങളിലൊക്കെ ഇങ്ങനെ അമ്മ കൊണ്ടുപോയി പഠിച്ച് ട്രോഫി മേടിച്ച് അടുത്ത അങ്ങനത്തെ ഭയങ്കരമായിട്ടുള്ള മെമ്മറീസാണ് എനിക്ക്. അമ്മയുടെ അമ്മയ്ക്ക് അത് അമ്മ കഷ്ടപ്പെട്ടു, പക്ഷെ എനിക്കത് ഞാൻ എൻജോയ് ചെയ്യായിരുന്നു. പുതിയ അമ്മ നന്നായി തയ്ക്കും. അപ്പോൾ പുതിയ ഉടുപ്പുകൾ തയ്ക്കും. അങ്ങനെ ഓരോ സ്റ്റേജിൽ. പിന്നെ അന്ന് ചെറിയ കുട്ടിയായിരിക്കുന്നതുകൊണ്ട് എല്ലാ സ്റ്റേജിലും ഒരു സമ്മാനമൊക്കെ കിട്ടും എനിക്ക്. അപ്പൊ ചിലപ്പോ ഈ പറഞ്ഞ നോട്ടുമാല അങ്ങനത്തെ എപ്പോഴും കിട്ടുമായിരുന്നു. പിന്നെ ആഹാരം നന്നായിട്ട് കഴിക്കുന്നുണ്ട്, എന്തെങ്കിലും തിന്നാനുള്ള കുറെ ഭക്ഷണപ്പൊതി, പിന്നെ എന്തെങ്കിലും വള, മാല, പൊട്ട്, ഉത്സവപ്പറമ്പണി. ചെറിയൊരു കുട്ടി കയറി പഴയ പാട്ടൊക്കെ പാടുമ്പോ അത് ആൾക്കാർക്ക് കാണുമ്പോ ഒരു ഇതല്ലേ. അങ്ങനെ എനിക്ക് കുറെ സമ്മാനം. ഓണക്കാലത്തൊക്കെ നമുക്ക് രാജിക്ക് ശരിക്കും പറയുകയാണെങ്കിൽ, രാജിന്ന് വിളിക്കുക, രാജിക്ക് ശരിക്കും പറയുകയാണെങ്കിൽ അവളുടെ കൂട്ടുകാരുടെ കൂടെ കളിക്കാനോ അല്ലെങ്കിൽ പൂ പറിക്കാൻ പോകാനോ ഒന്നും സമയം കിട്ടിയിട്ടില്ല. അപ്പോഴും അവൾക്ക് പ്രോഗ്രാംസിന്റെ പാട്ട് പഠിക്കണം, പോകണം. പിന്നെ ഞാൻ എല്ലാത്തിനും തടസ്സം പറയും, തൊണ്ട കേട് വരില്ല, കളിക്കും ചിരിക്കും. കളിയും ചിരിയും എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ പോയി കളിച്ചിട്ടുമില്ല. കൂട്ടുകാര് പക്ഷെ വെക്കേഷൻ സമയത്ത് അങ്ങനത്തെ ഒന്നുമില്ല, എപ്പോഴും പ്രോഗ്രാമിന്റെ തിരക്കാണ്. പിന്നെ ഒരു കാര്യം എനിക്ക് തോന്നണത് വെച്ചാൽ ഞാനും അമ്മയും ഞങ്ങളായിരുന്നു ഈ എൻ്റെ ചെറുപ്രായം അമ്മയുടെ ഒരു യൗവനം, ഞങ്ങൾ ഈ സമയത്തൊക്കെ ഈ ഒരു ജേണിയിലായിരുന്നു. അപ്പോൾ ആ അമ്മയുടെ കൂടെ എനിക്ക് നിൽക്കാൻ പറ്റി. ഇന്നാണിപ്പം നമ്മൾ ഒരു കുട്ടിയെ നമ്മളങ്ങനെ കുട്ടികൾക്കത് സ്ട്രെസ്സല്ലേ, സ്ട്രെയിൻ അല്ലേ, അവർക്കത് മനസ്സിലാക്കാം. പക്ഷെ ഞാൻ അണ്ടർസ്റ്റാൻഡബിൾ ആയിരുന്നു. വെച്ചാൽ അമ്മ മോളെ ഇതിങ്ങനെയാണ്, നമ്മുടെ ഒരു ഇൻകം ആ ലെവലിലേക്ക് എനിക്കിപ്പോൾ എൻ്റെ മോനെ അതിൻ്റെ ഒരു ശതമാനം എനിക്ക് പറ്റിയിട്ടില്ല. പക്ഷെ അമ്മ കൃത്യം അമ്മ ഉദ്ദേശിക്കുന്ന ലെവലിൽ എത്താനായിട്ട് എന്നെ കൊണ്ട് അത് അമ്മയുടെ കുട്ടികൾ നല്ല കുട്ടികളായിരുന്നു എൻ്റെ മക്കളെ, നല്ല അനുസരണ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് രാജി ഞാൻ പറയണ പോലെ കേൾക്കും. അതുകൊണ്ട് എനിക്ക് അതാണ് കറക്റ്റായിട്ട് മനസ്സിലായി. പക്ഷെ അപ്പോഴും കൊച്ചു കുട്ടികൾക്ക് അങ്ങനെ മനസ്സിലാവണമെന്നില്ല. ഞാൻ ഈ പ്രായത്തിലൊക്കെ ഇപ്പൊ എത്രയോ ഉറക്കമില്ല, ഒന്നുമില്ല. അന്നൊക്കെ നമ്മള് ട്രാൻസ്പോർട്ട് ബസ്സിലല്ലേ നമ്മൾ ഈ ഇപ്പം യാത്രയൊന്നും നല്ല സുഖമുള്ള യാത്രയൊന്നും അല്ല, ഒരു ചെറിയ വാനിലൊക്കെ ആയിരിക്കും കാസർഗോഡ് വരെ പോണതൊക്കെ. അത് എന്നെയൊക്കെ ചിലപ്പോൾ ഞാൻ ചെറുതായതുകൊണ്ട് എന്നെ ഈ ഗിറ്റാറിന്റെ ഒക്കെ ക്യൂബ് ഉണ്ടാവും, അതൊക്കെ എല്ലാ സൗണ്ട് സിസ്റ്റം ഒക്കെ ഒരു വണ്ടിയിലാക്കിയിട്ടല്ലേ പോകുന്നത്. ഇന്നിപ്പോ പോലെയല്ല, എല്ലാ ഓർക്കസ്ട്രയും പാട്ടുകാരും കൂടെ ഒരു പെട്ടി, ഒരു ചെറിയ വണ്ടി. അതിൽ ഞാൻ ഇങ്ങനെയായിരിക്കും ചിലപ്പോൾ ഇരിക്കണേ, ഇങ്ങനെ എന്നെ എന്തിനേലും പുറത്തൊക്കെ ഇരുത്തും. പക്ഷെ ആ ഒരു ഇരിപ്പ് ഒരു 6-7 മണിക്കൂറൊക്കെയാണ്. എനിക്ക് ചിലപ്പോൾ സങ്കടം, ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴേ സങ്കടം വന്നിട്ടുണ്ട് എനിക്ക്. കാരണം വെച്ചാൽ ഒന്നും എൻജോയ് ചെയ്യാൻ പറ്റില്ല കുട്ടികൾക്ക്. ഈ ജീവിതത്തിന്റെ പ്രാരാബ്ദത്തിന്റെ ഇടയിൽ ഞാൻ ഇവളെ കൊണ്ടുവരും. പക്ഷെ അതൊക്കെ എനിക്ക് എന്റെ കൂടെ എന്താ അന്ന് ആരൊക്കെയാണ്, ദിലീപേട്ടൻ നമ്മുടെ കൂടെ വരുന്ന ആരൊക്കെയാണ്, ദിലീപേട്ടൻ, മണിച്ചേട്ടൻ,
ഇന്നുള്ള സിനിമയിലുള്ള സകല ആൾക്കാരും അന്ന് കലാഭവനിലൊക്കെ ഞാൻ പാടുമ്പോൾ അവർ മിമിക്സ്. അപ്പം ബസ്സിലൊക്കെ പോകുമ്പോ ചീരിയും കാളിയും തമാശയും. അടുത്തിടയ്ക്ക് നമ്മളെ വിട്ടുപോയ നവാസ് എഴുതിയ ഓട്ടോഗ്രാഫ് ഞാൻ എപ്പോഴും ഓർക്കും. മോള് അന്ന് 9 വയസ്സ് 5ാം ക്ലാസ്സിൽ പഠിക്കുന്നുള്ളൂ. അപ്പോഴാണ് ആദ്യമായിട്ട് കലാഭവനിൽ. നവാസ് പാവം 18 വയസ്സോ 19 വയസ്സോ നല്ലോണം വരയ്ക്കും. ഇവളുടെ ഒരു ഫോട്ടോ വരച്ച് പ്രോഗ്രാമിന് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നല്ല അടുപ്പമായിരുന്നു ആ കുട്ടിയൊക്കെ. ഞാൻ കഴിഞ്ഞപ്പോൾ ഓർത്തു. നല്ല രസമാണ്. ഒരുപാട് പേരുടെ കൂടെ ഒക്കെ ആ സമയത്ത് പോകാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല സ്കൂളിലൊക്കെ പോകുമ്പോൾ ചിലപ്പം അവർക്കൊന്നും കിട്ടിയ ഒരു എക്സ്പീരിയൻസ് ഒന്നും അല്ലല്ലോ. സ്റ്റേജ് കയറുന്നു, ഗിഫ്റ്റ് കിട്ടുന്നു, അതൊക്കെ സന്തോഷം. ചെറിയ കുട്ടിയായിരിക്കുമ്പോഴേ നമുക്ക് സ്കൂളിൽ നിന്ന് നല്ല പ്രോത്സാഹനം. സ്കൂളിൽ അതാണ് മെയിനായിട്ട്. ആ ഒരു കാലഘട്ടം നമുക്ക് സ്കൂളിലെ സിസ്റ്റേഴ്സിൻ്റെയും ടീച്ചർമാരുടെയും എൻ്റെ സഹപാഠികളുടെയൊക്കെ ഒരു ഭയങ്കര സപ്പോർട്ട് ഉണ്ടായിരുന്നു നമുക്ക്. കോളേജിലും സ്കൂളിലൊക്കെ അതെടുത്ത് പറയണം. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ കുറച്ച് വലുതായി കഴിഞ്ഞാൽ പിന്നെ ഈ സിനിമയിലേക്ക് കയറുമ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ സിനിമയിലേക്ക് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് അതിലേക്ക് വന്നേക്കുന്നത്. കൊച്ചു കൊച്ചു മത്സരം, അവിടുന്ന് ഗാനമേള, അവിടുന്ന് TV ഷോ, ഹംസധ്വൻ ആദ്യമായിട്ട് ദൂരദർശനിൽ വന്നത്. അങ്ങനെ വന്ന് സിനിമയിലേക്ക് ട്രാക്ക് പാടി, ട്രാക്കുകൾ പാടി, കോറസ് പാടി, ട്രാക്ക് എല്ലാ വഴികളിലൂടെയും വന്നത് തന്നെയല്ലേ. അങ്ങനെ വന്ന് ഒരു പക്ഷെ ഒരു നമുക്ക് ആ ഒരു സമയത്ത് നമുക്ക് വേണ്ടി പറയാനൊന്നും ആൾക്കാർ, ഒരു ശക്തമായിട്ട് ഒരു ഡയറക്ടറോ പ്രൊഡ്യൂസറോ ഞങ്ങൾക്ക് വേണ്ടി പറയാനൊന്നും അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാനും അമ്മയും ഒരുപാട് ആ സമയത്ത് ഈ ട്രാക്കും കോറസൊക്കെ പാടണം. ചില പാട്ടിൽ അവസാന നിമിഷം അത് മാറിയിട്ടുണ്ട്. അപ്പം അതൊക്കെ നമുക്ക് ചില സമയത്ത് അമ്മയ്ക്ക് നല്ല മനസ്സ് വിഷമായിട്ടുണ്ട്. പാട്ട് പിന്നെ പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ വോയിസ് ആയിരിക്കില്ല. അത് അവർ മാറ്റി നിർത്തുന്നത് പല കാരണങ്ങൾ പറഞ്ഞിട്ടാണ്. അപ്പോൾ അതൊക്കെ അമ്മയ്ക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു, എനിക്കും ഉണ്ടായിരുന്നു. അപ്പോഴേക്കും ഞാൻ മുതിർന്നു, ഞാൻ കോളേജിലൊക്കെ ആയി. എനിക്ക് തന്നെ അത് ഫീൽ ചെയ്ത് തുടങ്ങി. നമ്മളെ ഒരു പ്ലേ ബാക്ക് സിംഗർ അല്ല എന്നുള്ള കാരണം കൊണ്ട് പല കാര്യത്തിൽ നിന്നും മാറ്റുന്നു. പാട്ട് കൃത്യം കിട്ടിയില്ല എന്നുള്ള സമയത്ത് അത് പാട്ട് മാറിപ്പോകുന്നു, എന്തൊക്കെയോ കൊണ്ട്. അപ്പോൾ ഞങ്ങൾ പിന്നെ അമ്മയുടെ ഒരു ഇതെന്ന് ഞാൻ കൂടുതൽ സംസാരിക്കുന്നുണ്ടോ പക്ഷെ ഞാൻ അമ്മയ്ക്ക് ഒരു ആദർശത്തിൽ കൂടെ അമ്മ ജീവിച്ചിട്ടുള്ളൂ. അമ്മ ഞാൻ പറഞ്ഞില്ല എനിക്ക് പുറത്തിറങ്ങി നല്ല പരിചയമില്ല. പിന്നെ എൻ്റെ ഒരു ഫാമിലിയുടെ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ അഭിജാത്യം കുറച്ച് കൂടുതലുള്ള കുടുംബമായതുകൊണ്ട് അവർ കുട്ടികൾ പ്രായമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പാടാനും ഡാൻസ് കളിക്കാനും അതെ. അപ്പം ഞാൻ തന്നെ ആ കാലം അത്രയും വർഷം മുമ്പ് അപ്പം നമുക്ക് ഒറ്റയ്ക്കൊരു സ്ഥലത്ത് പോകാനോ വരാനോ ഒന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഈ മോളെയും കൊണ്ട് ഒറ്റയ്ക്കല്ലേ എല്ലായിടത്തും പോകും. അപ്പോൾ പരിമിതികളുണ്ടായിരുന്നു. എനിക്ക് സന്ധ്യ ചെയ്യാൻ എനിക്ക് പേടിയാണ്, പ്രോഗ്രാം കഴിഞ്ഞാൽ എനിക്ക് അപ്പം വീട്ടിൽ പോകണം. അങ്ങനെ ഞങ്ങൾ അത് നമ്മളിപ്പോ ഇങ്ങനെ പറഞ്ഞു പോകുന്നു. ഭയങ്കര എൻ്റെ ചെറുപ്പം ആണ്, മോള് പ്രായമായി വരണോ, പ്രായം കുറവാണ്. അങ്ങനെ ഞാനത് ഈ പറഞ്ഞ പോലെ അമ്മയ്ക്ക് 30-26 വയസ്സിലാണ് അമ്മ. ഐ മീൻ നമ്മൾ തുടങ്ങുമ്പോൾ അമ്മയ്ക്ക് 30-30s അമ്മ, ഏർലി 30s. അപ്പം ആ ജേർണിയിൽ അമ്മയും ഒരു യൗവനമാണ്, ഞാൻ ചെറിയ കുട്ടി. പിന്നെ ഞാൻ വളരെയാണ് ആ ഫീൽഡിൽ നിന്നിട്ട്. അപ്പം അമ്മയ്ക്ക് അമ്മയുടേതായിട്ടുള്ള കുറച്ച് കാഴ്ചപ്പാടുകളിലൂടെ അമ്മ പോയിരുന്നുള്ളൂ. അപ്പോൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് നല്ല നല്ല അവസരങ്ങളൊക്കെ നമുക്ക് ചിലപ്പോൾ വിളിപ്പുറത്ത് നമുക്ക് അപ്പം എത്താൻ പറ്റാതെ അങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ വരണം, പുറപ്പെടണം, എങ്കിൽ വന്ന് പാടാം, അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ ചിലപ്പോൾ അയ്യോ ഞങ്ങൾക്ക് പേടിയാണ്, നമ്മൾ ആരാ കൂട്ടുകളെ പിന്നെ രാജ്യം ഒറ്റയ്ക്ക് ആ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ്. കാരണം ഈ ഒരു ഇൻഡസ്ട്രിയാണ്, അപ്പം നല്ല പേരിൽ തന്നെ എപ്പോഴും നിൽക്കണം എന്നുള്ള നമ്മുടെ. അതുകൊണ്ട് എനിക്കൊരു ഭയങ്കര പേടിയാണ് ഒറ്റയ്ക്ക്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഈ പറഞ്ഞ സിനിമയിൽ നമുക്ക് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കയറാൻ. പിന്നെ എൻ്റെ ഡിഗ്രി ഫൈനൽ ഇയർ ആകുമ്പോഴേക്കും എൻ്റെ മാരേജ് കല്യാണം കഴിഞ്ഞു. എൻ്റെ ഹസ്ബൻഡ് ഈ പറഞ്ഞ വളരെ സോഷ്യലായിട്ടുള്ള ഒരാളാണ്, എല്ലാവരുമായിട്ടും മിങ്കിൾ ചെയ്യാനും. കല്യാണം കഴിഞ്ഞപ്പോൾ അമ്മ എങ്ങനെ നോക്കിയിരുന്നു അതിനേക്കാൾ ഒരു മടങ്ങ് കൂടുതലാണ് അജിക്ക് കിട്ടിയ ഭർത്താവ് ഹസ്ബൻഡ് നോക്കിയതുകൊണ്ടാണ് അമ്മ എന്നെ കല്യാണം കഴിച്ച് കൊടുത്തതും. കാരണം സംഗീതം കുറെ പേര് അറിയാലോ, കല്യാണത്തിന് ശേഷം പാട്ടും ഡാൻസും അല്ലെങ്കിൽ ഒന്നും ഇല്ലാതെ പോകുന്നത്. അപ്പൊ അത് അമ്മയ്ക്ക് നിർബന്ധമായിരുന്നു. അങ്ങനെ എൻ്റെ മകൾ അങ്ങനെ പറ്റില്ല, ഇതിലും ഒരു പടി മേലെ. അത് ശരിക്കും അത് ശരിയായിരുന്നു. കാരണം അതിനുശേഷമാണ് അവളെ സിനിമയിലേക്ക്
സിനിമയിലേക്കുള്ള പാട്ടുകൾ പാടണം, അത് സ്ട്രൈറ്റ് ആവണതും അവാർഡ് കിട്ടുന്നതും ഒക്കെ അതിനുശേഷമാണ്. അപ്പോൾ ഫസ്റ്റ് പാട്ട് പാടിക്കഴിഞ്ഞിട്ട് അമ്മയുടെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? സിനിമയിൽ ഈ പാട്ട് തിയേറ്ററിൽ പോയി കാണുമ്പോൾ ഇത് കേട്ടിട്ടൊക്കെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം. പേരെഴുതി കാണിക്കുമ്പോഴും പാട്ട് വളരെ നാളത്തെ അത്രയേ ആഗ്രഹിച്ചുള്ളൂ. പക്ഷെ അതിന് ഒരു 3-4 സോങ്സ് വന്നപ്പോഴേക്കും ഒരു 4ാമത്തെ സോങ്ങിനൊക്കെയാണ് ഈ അവാർഡ് വന്നത്. അപ്പൊ അതല്ല, ആ പാട്ട് എം ജയചന്ദ്രൻ ചേട്ടനാണ് എനിക്ക് ആ പാട്ട് തന്നത്, എന്നെ പാടിച്ചത്. ഗിരീഷ് ചേട്ടൻ്റെ വരികൾ. പാട്ട് അത്ര ഈസി പാട്ടല്ല, നല്ലൊരു ടഫ് സോങ് ഒക്കെയാണ്. അപ്പോൾ അമ്മയ്ക്ക് അങ്ങനെ ഒരു പാട്ട് തന്നെ എനിക്ക് കിട്ടിയപ്പോൾ, നല്ലൊരു ഒരു കഴമ്പുള്ളൊരു പാട്ട് എനിക്ക് കിട്ടിയപ്പോൾ തന്നെ ആൾക്കാരുടെ പാട്ടല്ലേ ജയചന്ദ്രൻ ചേട്ടൻ്റെ ഒക്കെ നമ്മൾ എത്രയോ ആരാധിക്കുന്നവരാണ് അവരൊക്കെ. അതിന് പിന്നെ ഒരു അവാർഡും കൂടി വന്നു. നല്ലൊരു പാട്ടായിരുന്നു. ഞാൻ കേട്ടപ്പോഴേ രാജിയോട് പറഞ്ഞു, എന്നെ ആദ്യം കേൾപ്പിച്ചു പാടി കഴിഞ്ഞപ്പോൾ. അത് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞിട്ടാണ് അത് റിലീസായത്. കേട്ട് കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് അവാർഡ് ഇല്ല അങ്ങനെ അത്ര നല്ലൊരു പാട്ട്. അത് സോളോ സോങ് ആണല്ലോ. അതിനു മുമ്പ് അവൾ പാടിയതൊക്കെ ഡുവറ്റായിരുന്നു. അപ്പൊ ഇതൊരു സോളോ സോങ് ആണ്. അത്ര പിന്നെ ഗിരീഷ് ചേട്ടന്റെയും ജയചന്ദ്രൻ, അതാണ് എം ജയചന്ദ്രന്റെ പാട്ട് പാടുക എന്നുള്ളത് ഒരു സ്വപ്നത്തിൽ നിൽക്കുന്ന സമയമാണ്. അപ്പോഴാണ് ഇത് കിട്ടുന്നത്. ജനകൻ സിനിമയില സുരേഷ് ലാലേട്ടനുണ്ട്, സുരേഷ് ചേട്ടനുണ്ട്. അതിൽ ഒരു പാട്ടേ ഉള്ളൂ. പാടാനും പറ്റി, അതിൽ അവാർഡും കിട്ടും. അതെ, സ്റ്റേറ്റ് അവാർഡ് കിട്ടി. അതൊരു ഭയങ്കര ഭാഗ്യം. അപ്പം ഞങ്ങൾ ഓണത്തിൻ്റെ ആയിട്ട് റിലീസാവുന്ന പാട്ട് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അമ്മയുടെ കൂടെയുള്ള ആ ഒരു റീൽസ്, അത് ഇനി മില്യൺ കയറാനുള്ള പാട്ടാവട്ടെ. അപ്പൊ അതൊക്കെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോ? ഇനി അടുത്ത 2-3 സെലക്ട് ചെയ്തിട്ടുണ്ട്. 2-3 ആയി. ഏതെങ്കിലും ഒരെണ്ണം ഇടണം. അതിന്റെ ഒരു സമയമൊക്കെ ആയിട്ട് വേണമായിരിക്കും അല്ലേ? അപ്പൊ അമ്മ ഈ കമന്റ്സ് ഒക്കെ നോക്കാറുണ്ടോ? അതിലൊക്കെ എല്ലാം നോക്കണേ. എന്നിട്ട് എനിക്ക് മെസ്സേജ് അയക്കും, രാജി ഈ കമന്റ് കണ്ടോ? അപ്പൊ ന്യൂജനായി. നമുക്ക് ഫുൾ ടൈം ഇതിലിരിക്കാൻ നേരമില്ല. അപ്പൊ അമ്മ കൃത്യം നോക്കും. എന്നിട്ട് എന്തെങ്കിലും ഇനി ആരെങ്കിലും നെഗറ്റീവ് അങ്ങനെ വന്നിട്ടില്ല, പക്ഷെ എന്നാലും രസകരമായിട്ടുള്ള കമന്റ് കാണുമ്പോ അമ്മ പറയും, കമന്റ് വായിക്കൂന്ന് പറഞ്ഞിട്ട് എന്നോട് പറയും. അപ്പൊ ഇപ്പൊ നല്ല ഹരം കയറിയല്ലേ? ഇനി കുറെ കൂടെ ഒക്കെ പാട്ട് ഇനി വീണ്ടും രാജിയുടെ കൂടെ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ പാടുന്നതാണ്. അങ്ങനെയൊന്നുമില്ല. അമ്മ ഒറ്റയ്ക്ക് പാടാൻ ഞാൻ കഴിയുന്നത് ചോദിച്ചു, പക്ഷെ രക്ഷയില്ല. എല്ലാരും ചോദിക്കുന്നുണ്ട് സോറി, പക്ഷെ അമ്മ ഒറ്റയ്ക്ക് പാടുന്നില്ല. പിന്നെ അമ്മക്ക് ഇത് സന്തോഷം, ഇതിങ്ങനെ ആൾക്കാർ ഇതൊക്കെ സന്തോഷം അമ്മയ്ക്ക് ഭയങ്കര. പക്ഷെ എല്ലാരും കാത്തിരിക്കുന്നുണ്ട് അമ്മയുടെ ഒറ്റയ്ക്കുള്ള പാട്ടൊക്കെ. അപ്പൊ അത് ഈ കമന്റ്സ് ഒക്കെ കണ്ടൊരു ധൈര്യം വരുമ്പോ ഉറപ്പായിട്ട് അമ്മ തന്നെ മിക്കവാറും പാടുമല്ലേ. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം ഈ ഓണ സമയത്ത് രണ്ടുപേരുടെയും പാട്ടിന്റെ വിശേഷങ്ങളും ഓണക്കാലത്തിന്റെ വിശേഷങ്ങളും ഒക്കെ കേട്ടതിനും പാട്ടുകൾ കേട്ടതിനും ഒക്കെ. അപ്പൊ ഇനി എല്ലാവരും കാത്തിരിക്കുകയാണ് രണ്ടുപേരുടെയും കൂടെയുള്ള പാട്ട്, പ്രത്യേകിച്ച് അമ്മയുടെ മാത്രമുള്ള പാട്ട്. അപ്പോൾ ഓണാശംസകൾ. ഒരുപാട് സന്തോഷം വന്നതിനും പങ്കെടുത്തത്. ഒരുപാട് സന്തോഷം. ഒരുപാട് സന്തോഷം. ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.